എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്നല്ല ഇത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. എടാ അത് നീ തർക്കുത്തരം പറയല്ലേ. നീ എന്തെങ്കിലും പറഞ്ഞ പിന്നെ അത് കൂടുതൽ പ്രശ്നം. നീ ഒന്ന് സമാധാനിക്ക്. എന്റെ രാമ, അത് മാമനല്ല പറയുന്നത്, ഉള്ളിക്കിടക്കണ മദ്യമല്ലേ പറയുന്നത്. എടാ അത് എനിക്ക് മനസ്സിലാവും, പക്ഷെ പറഞ്ഞ എടാ ഇല്ല, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ആ ഇനിയിപ്പോൾ അവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അച്ഛനും മോനും. ആ മാമന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അങ്ങനെയുള്ള സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, അപ്പച്ചിരുത്ത് പോയി സംസാരിക്കും. നിങ്ങൾ നേരിട്ട് നിൽക്കുമ്പോഴേ ഒരു പ്രശ്നമുള്ളൂ. നീ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു മിനിറ്റ്. നീ മാമനുമായിട്ട് ഭയങ്കര പ്രശ്നം. ഹലോ രാമ, എന്തുവാടാ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം? സ്ഥിരമല്ലേ? വലിയ പുതുമയുണ്ടോ? നീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ആ ആ ആ ആ ഒരു കാര്യം ചെയ്യും, ഇങ്ങ് പോരെ, ഇവിടെ നിന്ന് സോൾവ് ചെയ്യാം. ആ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ കുഴപ്പമില്ല, സോൾവ് ചെയ്യാന്ന്. നീ വാ. ആ ശരി ശരി. ആ ഇങ്ങോട്ട് വരാന്ന്. ഇതൊരു കഷ്ടമാണ് മണി. ഇത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇത് കുറച്ച് ഓവറാണ് ഉണ്ണിമാമൻ. അതെ, ഉണ്ണിമാമ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. വെള്ളോടി നിർത്തിയില്ലെങ്കിലേ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടല്ല. അവ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സ്വഭാവത്തിന്റെ കാര്യം പോട്ട്, ആരോഗ്യം പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇടയ്ക്കൊന്ന് ഒതുങ്ങിയതായിരുന്നു. നിനക്ക് ഉണ്ണിമാമനെ പറ്റി അറിഞ്ഞിട്ടില്ല. ഇപ്പോഴിങ്ങനെ. പണ്ട് എന്തായിരുന്നു, ആ ഏരിയയിലുള്ളവർക്ക് അങ്ങനെ പേടിയായിരുന്നു. കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, എന്തിനും പോന്നിട്ട്. പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മാറ്റം ഇനിയെങ്കിലും കൊണ്ടുവരണം. വയസ്സായില്ല, ഇത്രയും പ്രായമായി. ഇനിയും മാറിയില്ലെങ്കിൽ വീട്ടുകാർക്ക് മൊത്തം പ്രശ്നമാണ്. ചിന്നും കൂടെ ചേർന്ന് അനുഭവിക്കേണ്ടി വരും കേട്ടാ. ആരോട് പറയാം, എന്തായാലും വരട്ടെ, ഞാൻ ഒന്ന് സംസാരിക്കാം. ഒരു മയത്തിലൊക്കെ സംസാരിക്കണം. അവന്റെ സ്വഭാവം അറിയാലോ, ഭയങ്കര ഫീലിങ്സ് അടിക്കും. ഫീലിങ്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വയലന്റ് ആവുകയും ചെയ്യും. ശ്രദ്ധിച്ച് സംസാരിക്കണം. ഹാൻഡിൽ വിത്ത് കെയർ. അകത്തോട്ട് പോട്ടെ. കുടിച്ചാ? ഇതൊരു കഷ്ടമാണിത്. ഈ രീതിയിൽ സമാധാനം കിട്ടൂല. ചർച്ചയിലൂടെ പരിഹരിക്കാം, അതും കൊള്ളാം. ഇന്ത്യ, നേപ്പാൾ, പെട്രോളിന് ഇന്നും വില കൂടിയാ. ബെസ്റ്റ്. ഈ എങ്ങനെ ജീവിക്കുമോ എന്തോ. സ്കൂട്ടർ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്തോ ആടി ഇത്, കുറച്ചൊന്നും വൃത്തി മെനയായിട്ട് നടന്നൂടെ? എന്റെ ചേച്ചി, ക്രിയേറ്റീവ് പീപ്പിൾസ് ഒക്കെ ഇങ്ങനെയാണ്. അയ്യോ, ക്രിയേറ്റീവ് പീപ്പിൾസ് എന്താ കുളിക്കി നനക്കൊന്നും ചെയ്യൂലേ? എടി അങ്ങനെ നീ എന്തോ ഈ പറയുന്നത്? അങ്ങനെ കുളിക്കാനൊന്നും പറ്റത്തില്ല. അഥവാ എങ്ങാനും കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? പിന്നെ ക്രിയേറ്റിവിറ്റീസ് നഷ്ടപ്പെടും കുളിച്ചു കഴിഞ്ഞാൽ. എന്തെങ്കിലും ഓരോ ന്യായങ്ങളും പറഞ്ഞ് നടന്നോളും. എന്തോ ഈ കാണിക്കുന്നേ അതൊക്കെ. ചേച്ചി ചേച്ചി, എനിക്കൊരു ആഗ്രഹമുണ്ട് ചേച്ചി. എന്തോന്ന്? അതെ, എനിക്ക് ഒന്ന് മുടിയല്ല, തല മൊട്ട അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എനിക്ക് ടാറ്റു അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ ഇപ്പൊ ഒരു ആഗ്രഹമല്ലല്ലോ, രണ്ടാഗ്രഹമായില്ലേ ചേച്ചി? കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്, പക്ഷെ എന്തോ ഒരു ധൈര്യമില്ല ചെയ്യാൻ. എടി, മുടി മൊട്ടയടിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ധൈര്യം ഇല്ല. അങ്ങനെ ധൈര്യമൊക്കെ നമുക്ക് ഉണ്ടാവണമുണ്ടല്ലോ, ഒരു പ്രത്യേക തരം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഈസിയാണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതാണ് ഇല്ലാത്തത്. അതുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യവും ഈസി ആയാലും. എന്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കാണുന്നേ? എന്ത് അത്ഭുതം! അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്താ അത്ഭുതമാ? എന്റെ മക്കള് തമ്മിലേ അടി കൂടാതെ തമ്മിൽ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇനി ഉടനോടങ്ങ് സ്വർഗത്തിൽ പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ റെഡി. അതെന്താ ഒരു മോനെ വെച്ചുള്ള ഒരു സംസാരം? ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. പിന്നെ സഹോദരങ്ങളായ ഇടയ്ക്കൊക്കെ തല്ലൊക്കെ കൂടും. പിന്നെ മണിക്കുട്ട മാമനും അമ്മയും പിന്നെ തല്ലുകൂടാത്ത പോലെയല്ലേ? എന്നാ സ്നേഹം ഉണ്ടായാ മതി. അതെ, ഒരു കാര്യമുണ്ട്. ഉണ്ണി മാമനും രാമനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ റൂമൊക്കെ പോയി വൃത്തിയാക്കി കിട്ടും, ഇല്ലെങ്കിൽ മാമന്റെ വായന്ന് കേക്ക് അറിയാലോ. അത് ശരിയാ ചേച്ചി. അവരൊക്കെ വരുന്നുണ്ട്, റൂമൊക്കെ പോയി വൃത്തിയാക്കി ഇടും. എനിക്ക് കുളിക്കാൻ പോണം. നീ പോയി വൃത്തിയാക്കി. കുളിക്കാൻ പോണോന്നോ? എടീ, അപ്പൊ എനിക്ക് കുളിക്കണ്ടേ? നീ പോയി വൃത്തിയാക്കിയിട്ട് പോ. നീയൊക്കെ കുളിക്കാനാ? ക്രിയേറ്റീവ് പീപ്പിൾസ് കുളിക്കാറില്ലെന്നല്ലേ നീ പറഞ്ഞത്? അത് പിന്നെ വല്ലപ്പോഴൊക്കെ കുളിക്കുന്നവരെയാണ് നമ്മൾ ക്രിയേറ്റീവ് പീപ്പിൾസ് വിളിക്കുന്നത്. തരം പോലെ മാറ്റി പറയാ. നിനക്ക് നാണില്ലേടി കള്ളി? എടി, എന്നെ കളി വിളിക്കുന്നത് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ.
പിന്നെ കള്ളീനെ ഞാൻ കള്ളീന്നല്ലാതെ പിന്നെ എന്തോന്ന് വിളിക്കണം? കള്ളി വിളിച്ചാൽ ചിലപ്പോ എന്റെ മൂക്കടിച്ച് ഞാൻ പറിച്ചിരിക്കും. നീ മൂക്ക് പിടിച്ചു പറ്റോ? ആ പരത്തു. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവേ. പിന്നെ നിന്റെ കൈ എവിടെ വിഷയമല്ല. പറഞ്ഞു വായ എടുത്തില്ല. രണ്ടും കൂടെ സമാധാനിച്ച് സ്നേഹത്തിൽ സംസാരിച്ചെടുക്കുന്നു. ഇപ്പൊ തുടങ്ങി. ഇനി ഒരു അക്ഷരം വേണ്ടി ഞാൻ എന്റെ കയ്യിൽ കിട്ടും. കേട്ടല്ലോ? മര്യാദക്ക് ക്ലീൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഒറ്റയ്ക്കോ ഇരട്ടേറ്റോ കൂട്ടത്തോടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? മര്യാദക്ക് പോയി ചെയ്തോ രണ്ടെണ്ണം. ചെല്ല്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. പറഞ്ഞു വായ ഇട്ടില്ല. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഞാൻ വല്ല സമ്മാനം വാങ്ങിച്ചു തന്നിരുന്നത്. ചേച്ചി എന്നാ നമുക്ക് ഒരുമിച്ച് പോയി ക്ലീൻ ചെയ്തു. അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അതെ, നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ ബാ. എല്ലാം എടുത്തോ. സൂക്ഷിച്ചറിയണം. ഓ നീനെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ഇതിനെ കാട്ടി അപ്പുറപ്പെട്ട വണ്ടിയെ കയറിയിട്ടുണ്ട്. പിന്നെയാണ് എൻ്റെ ഈ ഉച്ചാളി വണ്ടി. നീ ഇന്ന് ഇത്ര ഈ വലിയ കുതിര പോലത്തെ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാധാരണ വണ്ടി എനിക്ക് മാറ്റൂടാടാ. നല്ല വണ്ടി തന്നെ വാങ്ങിച്ചത്. ഇല്ല, ഈ കുതിര വണ്ടിയാ നല്ല വണ്ടി. ഇത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ എന്നെ പറയണത് ഞാൻ ക്ഷമിക്കും. എന്റെ വന്ന വണ്ടിയെ പറഞ്ഞോണ്ടല്ലോ. ഓ എന്താണെന്ന് ഞാൻ നോക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂട്ടോക്ക് അത് ഞാൻ വണ്ടി എന്തേലും പറഞ്ഞു. നല്ല വണ്ടി മാറ്റൂടെന്നല്ലേ ചോദിച്ചോളൂ. നല്ല വണ്ടി തന്നെ വാങ്ങിച്ചത്. നല്ല വണ്ടി വാങ്ങിച്ചതാ. പണ്ടേ മൂക്കളെ വിളിച്ചോണ്ട് നടന്നപ്പോഴേ ഈ തന്റെ ഉണ്ടായിരുന്ന തുറച്ചു വാരാൻ അത് ഓർമ്മ വേണം. എന്ത് കാര്യം പറഞ്ഞാലും മൂക്കണ വിളിപ്പിച്ചോ നടന്നമാണ് അന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെന്ന് പറഞ്ഞില്ലല്ലേ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ പഴയ കാര്യം പറഞ്ഞോളൂ. പിന്നെ മാറിയില്ല അങ്ങോട്ട്. അല്ലെ തള്ളിയിട്ട് മറി വീണാ പറയും. നീ എന്നെ തള്ളിയല്ലേ? നീ എന്നെ തള്ളിയല്ലേ? തല്ലിയെന്നാ രവി രവിയാ? രവി എന്തിന് രവിയെ വിളിച്ച് പറയട്ടെ. രവി വിളിച്ചു പറയണം. എന്തിന്? ഞാൻ ജയിലില്ലേ? ചെയ്യണ്ട, അവ അറിയണം. രവിയെ രവി ഇവ എവിടെ ചെന്ന് കിടക്കണത്? ഈ പ്രാന്തം ഇപ്പൊ തന്റെ തല്ലി എന്നുള്ള പേര് തരുമല്ലോ. രവി ഓ രവി രവി ഇവ എവിടെ ചെന്ന് നടക്കും? രവി അവ എന്നെ അടുത്തടാ. ആര്? എന്റെ മോയ് രാമ. നീ ഉണ്ണിയോമൻ അടിച്ച മാമേരി അണ്ണ ഇതെന്തോ ഞാൻ അങ്ങ് അടിച്ചൊന്നുമില്ല. എന്തോടെ പറയണേ? എന്തൊക്കെ കാണിച്ചാലും നിന്റെ അച്ഛനല്ലേ നിനക്ക് ജന്മം തന്ന അച്ഛൻ. അണ്ണ ഈ ഇങ്ങോട്ട് കയറി വരണ വഴിയിൽ നിന്ന് അപ്പൊ ഞാൻ ഒന്ന് പിടിച്ച് മാറ്റി. അപ്പൊ തള്ളിയ ഇങ്ങനെ മാറ്റിയപ്പോ വീഴാൻ എത്ര തന്നെ. എന്തോ രാമ ചെയ്തത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്ത് വിഷയം ആയിക്കോട്ടെ, സ്വന്തം അച്ഛനെ തല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോയി. എന്റെ ചേട്ടത്തി ഞാൻ ഒരു തന്റെ തല്ലി കൂടെ ആക്കും എന്നെ. ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ പറയാൻ പറയട്ടെ. അങ്ങളെ നമ്മള് ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പാവങ്ങളാണ്. ആരോഗ്യം എനിക്കറിയാം. പക്ഷെ അങ്കിൾ ഈ ചെയ്തതേ ഭയങ്കര വൃത്തിയുടെ പരിപാടിയായിരുന്നു. സ്വന്തം അച്ഛനെ കയറി തല്ലാന്ന് പറഞ്ഞ എന്ത് വൃത്തിയുടെ പരിപാടി. അങ്കിളെന്റെ അങ്കിൾ എന്ന് പറയാൻ തന്നെ എനിക്ക് കാണിക്കണം. എന്തോന്നാ മകളെ കാണിച്ചത്? മദ്യപാനിയാണെങ്കിലും സ്വന്തം അച്ഛനല്ലേ. ഈ കാണിച്ച വളരെ മോശമായി പോയി കേട്ടാ. എന്റെ പിള്ളേരെ നിങ്ങൾ വല്ല അറിഞ്ഞിട്ടേ ഈ പറയണത്. ഞാനുണ്ടല്ലോ ഇങ്ങനെ ഷാപ്പിൽ പോയി പറ്റി തുടങ്ങിയിട്ട് ഞാൻ അത് ചോദിച്ച് വഴക്കായി. അതിനാണ് ഈ നാടകം ഇവിടെ കളിക്കുന്നത്. അയ്യോ അയ്യോ എന്തിനാ പിന്നെ കഥനം പറയല്ലേ? പറഞ്ഞേ നമ്മള് കോവാന്റെ ചാപ്പിട്ടാക്കുന്നത് കോവാന. ഞാൻ അവിടെ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ പറ്റിയ സ്ഥലം ഷാപ്പ്. അടാ പോടാ, ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ചെന്നറിയാണ് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി പോയി. സത്യമാണ് പോയി. ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ട് ഞാൻ പൈസ കൊടുക്കാനായിട്ട് ഇങ്ങനെ മടി തപ്പി നോക്കണി. എന്റെ പേര് കേട്ടിട്ടേ. ഓ പേഴ്സിലാണ് 2000-ന്റെ കെട്ട് അട്ടിക്ക് വെച്ചിരിക്കണേ. നീ ഇടയ്ക്ക് സംസാരിക്കല്ലേ? പേഴ്സ് കണ്ടില്ല. ഞാൻ അങ്ങനെ ഒന്നത് നമ്മളെ കുടുംബം എന്നൊക്കെ പറഞ്ഞാ അവർക്ക് വലുതല്ലേ. എങ്ങനെ ഞാൻ ചെന്ന് കടം പറയും? ഞാൻ കുടുംബത്തിന്റെ മഹിമ നോക്കണ ഒരാളാണ്. എങ്ങനെയെന്ന് പറയും എത്താൻ പറ രാമ. ഞാൻ അങ്ങനെ ചമ്മി നാട് നിൽക്കുകയാണ്. ഞാനും. ആര്? നീ അവിടെ വന്നാടാ കുടിയില്ലേ? ഞാൻ തീന്നറിയാം. അങ്ങേര് വന്ന് കോപാലം ചോദിച്ചു എന്തിനാ? ഞാൻ പറഞ്ഞു എടാ അപ്പി പൈസ എടുക്കാൻ വിട്ടുപോയടെ. നേരത്തെ വീട്ടിലായിപ്പോയി, എടുത്തില്ല, മറന്നുപോയി. ഇത്രയുള്ള നിങ്ങൾ പോയി എന്നാ പൈസ നാളെ തന്നാ മതി എന്ന് പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്ത്. അതിനാണ് ഇവ ഇത് പറഞ്ഞത്. ഇങ്ങനെ ഒരു ദിവസം ഒന്ന് കടം പറഞ്ഞതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു ദിവസം
ഇത് പറഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായി. ഇപ്പൊ 10-12,000 രൂപ കൊടുക്കാണ്. 12,000? ആണോ മാമാ? ഇത് 12,000 ഒന്നുമല്ല, 11,000 ചില്ലുവനും തോന്നുന്നു. 11,600. നിന്റെ അടുത്ത് അവൻ പറഞ്ഞ ആ എന്റെ അടുത്ത് പറഞ്ഞ അല്ല അത് കേട്ട് അല്ല കള്ളക്കണക്കിനായി 11,600 ഉണ്ടല്ലോ. മാമന്റെ ഒരു കാര്യം അറിയുമോ? ഈ 11,600 ഉണ്ടല്ലേ ഈ വീട്ടിൽ ഒരു മാസത്തെ ചെലവ് കഴിയും. അതാണ്. അറിയോ? ഇതാ നിനക്ക് എവിടെ ജോലി? എനിക്കാ? എനിക്ക് ബാങ്കില്. എടാ അത് മതിയാക്കിയിട്ട് വേറെ വല്ലതും പോടാ. 11,000 രൂപ അവനെ കടം ഇതേപോലെ തീട്ടത്തിൽ നാക്കി ഒരുത്തനെ ഞാൻ കണ്ടില്ല. കാശിന്റെ കാര്യം പോട്ട് 11,000 രൂപയ്ക്ക് കള്ളു കുടിച്ചിട്ട് അത് മൊത്തം മാവന്റെ വയറ്റിലേക്കല്ലേ പോയത്. എന്റെ പൊന്നു മക്കളെ അവൻ കള്ളക്കണക്ക് എഴുതി വച്ച് അപ്പൊ ഇത് ഇവിടെ ആരോഗ്യത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു, അത്രയും കുടിച്ചില്ലേ? അയ്യോ ആരോഗ്യത്തിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേ വേണ്ട. ഈ ഷർട്ട് അങ്ങോട്ട് ഊരി ഉണ്ടല്ലോ, ഉള്ളിത്തൊലിപോലത്തെ ഒരു തൊലി ഒരു 25 എല്ലും ഉണ്ട്, ബാക്കിയെല്ലാം മറ്റേ അലിഞ്ഞു പോയി. അല്ലേ ഈ എന്തെങ്കിലും അസുഖം വന്ന് കിടന്നാലേ ആശുപത്രി കൊണ്ടുപോ എത്ര രൂപയാവും അറിയുമോ? മരുന്നിന്റെ ഒക്കെ വില അറിയുമോ? കാശ് പോണെങ്കി പോട്ട്, ആരോഗ്യല്ലേ വലുത്. ആരോഗ്യത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നത്. ആരോഗ്യം ഇല്ല, നടക്കാൻ വയ്യ, ദേഹം വേന എന്നൊക്കെ പറഞ്ഞ് ഈയിടയ്ക്ക് ഒരു ലേഹ്യം വാങ്ങിച്ചു കൊടുത്തു. അത് നല്ല കാര്യം. ഞാൻ കഴിച്ചില്ലേ? അത് ഞാൻ കഴിച്ചല്ലോ. കഴിച്ചാ? അത് കഴിച്ചാ? അത് എങ്ങനെ കഴിച്ചെന്നറിയാമോ? അതിപ്പം 100 ഒഴിച്ചു വെച്ചിട്ട് ടച്ചിങ് സെറ്റ് ഉപയോഗിച്ചോണ്ടിരിക്കും. ബെസ്റ്റ്. രക്ഷപ്പെടാൻ ഒരു ഇതും ഉണ്ണിയപ്പോ ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കേ. ഉണ്ണിയപ്പൂ എന്നല്ലത്, ഇത് ഇത്തിരി വലിയ അപ്പുവാണ്. എന്തോട്ടെ ഉണ്ണിയപ്പൂ. ഉണ്ണിയപ്പൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ കൂടെ ഉള്ള ഒരു ഉണ്ണിയപ്പൂവാണ്. എന്റെ അച്ഛൻ ആ കൂടെ ഉള്ള ഒരു മാമനാണ്, ഉണ്ണിമാമൻ. രാമങ്കണ് ആ കൂടെ ഉള്ള ഒരു അച്ഛൻ. എന്റെ അപ്പച്ചയ്ക്കാണെങ്കിൽ ആ കൂടെ ഉള്ള ഒരു അമ്മായിയപ്പൻ. എന്റെ അച്ഛനൊക്കെയാണ്. അപ്പൊ ഉണ്ണിയപ്പം എങ്ങാനും ഇരുന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾ ഇനി ആരെ ഉണ്ണിയപ്പോ എന്ന് വിളിക്കും അല്ലേ? നമുക്ക് വിഷമാവില്ല ഉണ്ണിയപ്പൂ. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഉണ്ണിയപ്പൂ ഇനിയെങ്കിലും നന്നാവണം, ഇങ്ങനെ ഈ വെള്ളം അടിച്ച് നടക്കരുത്. ശരി ശരി മക്കളെ, ഞാൻ നാളെ മുതൽ ഇനി കുടിക്കൂല. നാളെ മുതൽ കുടിക്കൂല, സത്യമാണ്. ഇങ്ങനെ ചിലപ്പോ കുളിക്കൂലായിരിക്കും, പക്ഷെ അങ്ങനെ കുടിക്കും. സ്വന്തം മോന്റെ തലയിൽ തൊട്ട് പറഞ്ഞായിരിക്കും നല്ലത്. സത്യം ചെയ്യണ ഇത്. ഇനി ഒരു 3 എണ്ണത്തിന്റെ കുറവുള്ളൂ, ഭാഗ്യ ഈ മാസം 1000 എണ്ണം ആവും. മാമൻ കാര്യമായിട്ട് പറയാം. മാമ ഉറപ്പല്ലേ? കുടിക്കൂല എന്ന് പറഞ്ഞാൽ കുടിക്കൂല. മാറി ഞാൻ അങ്ങോട്ട് പോട്ടു, ഇവിടെ ഇരുന്നാ ശരിയാവൂല. ഇവന്റെ വേറും പൂതറ സ്വഭാവം വന്ന് വേറും പിടിക്കേണ്ട സ്വഭാവം. എന്റെ അച്ഛൻ്റെ എന്തൊരു നല്ല സ്വഭാവം. പൊന്നിൽ പൊരിച്ച അച്ഛൻ എനിക്ക് വേണ്ടി 3 ഫോട്ടോ നല്ല കിട്ടിയ അപ്പൊ ഓയിൽ എത്തിട്ട് ഞാൻ വിറ്റളഞ്ഞനെ. ഇട്ടാണ് പറഞ്ഞ ആത്മാർത്ഥ പറഞ്ഞത് കാര്യമായിട്ടാണ്, നല്ല ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. കണ്ണൊക്കെ നിറഞ്ഞു. അതെങ്ങനെ കോട്ടോ ആയിട്ടപ്പോ നിറഞ്ഞത് കണ്ണ് നിറഞ്ഞത്. നീ തർക്കുത്തരം പറയാതെ രാമ, എങ്ങനെയെങ്കിലും കുടി നിർത്താന്നുള്ള വഴി നോക്കാം. ഇത്രയും കേട്ടിട്ട് അണ്ണൻ ഇത് മനസ്സിലാവണല്ലോ. അണ്ണൻ ഇത് ആദ്യമായിട്ട് കാണും പോലെയാണല്ലോ. പിന്നെ എന്ത് ചെയ്യണം? ആര് പറഞ്ഞാൽ കേൾക്കും? അണ്ണൻ നോർമൽ ആപ്പോ തൊട്ട് അങ്ങനെ സത്യമിട്ടോണ്ടിരിക്കുകയല്ലേ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇത് നോക്കിക്കൊണ്ടിരുന്ന ഇതിനേ ഉള്ളു സമയം. എനിക്ക് വിശക്കണം, എനിക്ക് വല്ല തിന്നാതാണ്. ഞാൻ ഒന്നും കഴിച്ചില്ല. അയ്യോ അപ്പോഴേ ഉണ്ണിയാവനൊന്നും കഴിച്ചോണ്ടോ? ഒന്നും കഴിച്ചില്ല. ഇപ്പൊ പറഞ്ഞ വഴിക്ക് ചായക്കട ചായ വേണമെന്ന് ബഹളം വെച്ച് നിർത്തി. എന്നിട്ട് ഒരു വലിയ ഗ്ലാസ്സിൽ ബൂസ്റ്റിൽ കുടിച്ച് ഒരു 4 പൊറോട്ട കൂടെ അതിൽ മുക്കി തിന്നോണ്ടാണ് വന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ. ഇവര് കൊടുക്ക് ചോദ്യം മാമനും വല്ലതും വേണം മക്കളെ. എനിക്ക് വിശക്കുന്നു. വിശക്ക് പറഞ്ഞേ. പിന്നെ ഉണ്ണിയമ്മ വിഷമിച്ചാണ് കുഴപ്പയത്. നിങ്ങൾ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. ചെല്ല് ഉണ്ണിയപ്പൂര് ചെല്ല്. സ്വിഗ്ഗിയിൽ 2 രൂപ കള്ളിട്ട് അതും കൂടെ ഓർഡർ ചെയ്ത് കൊടുക്കും. നീ ചുമ്മാ ഇരി രാമ. മക്കളെ പറഞ്ഞത് ചെല്ല്. ശരി ഒന്ന് പറഞ്ഞു വിഷമിച്ചവ. നീ ഇങ്ങനെ എന്തിനും ഉടനെ മറുപടി പറയാതെ. നിന്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ഒന്ന് കുടി നിർത്താനല്ലേ നമ്മൾ നോക്കേണ്ടത്? നിനക്ക് അമ്മ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പ്രശ്നമാണെന്ന്. എന്റെ അണ്ണ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയിരുന്നപ്പോ എന്റെ കളസം കയറി അറിയാമോ? എന്ത് ചെയ്യാനാണ്? കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെന്നാ. അത് നന്നായിരിക്കും. ഇവിടെ അടുത്ത ഷാപ്പൊന്നുമില്ലല്ലോ. അപ്പു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോ ഇങ്ങനെ ഈ മദ്യത്തിന് അഡിക്റ്റ് ആവാൻ വേണ്ടിട്ട് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊന്നുപോലെ സ്നേഹിക്കാൻ ഒരു മോനുണ്ട്, അതുപോലെ ഒരു മരുമോളുണ്ട്. മരുമോളല്ല, മോളെ പോലെയാണ് അപ്പച്ചി. അത് മക്കൾ പറയാൻ കറക്റ്റാണ്. എനിക്ക് അവക്ക് അവളെ എന്റെ മോനെ കാട്ടി സ്നേഹം എനിക്ക് അവളെ ആണല്ലോ. പിന്നെ എന്ത് വേണം? അതുപോലെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൂന് ഓടി എത്താൻ വേണ്ടിട്ട് ഇവിടെ ഇല്ലേ? പിന്നെ എന്തിനാണ് അപ്പു ഇങ്ങനെ ഈ മദ്യത്തിൽ കുടിച്ച് നടക്കുന്നത്? മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഒരു കാര്യം, എന്ത്? എന്റെ മോനെ 2.5 വയസ്സിലാണ് അപ്പൂപ്പന്റെ ഭാര്യ അവന്റെ അമ്മ മരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ആര് സഹിക്കും?
ഞാൻ ഈ കൊച്ചിനെയും തോണി ഇട്ടുകൊണ്ട് അങ്ങ് ഭഗവാനെ വിളിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. വളർത്തി ഇത്തിരി ആക്കണ്ടേ? അങ്ങനെ പാടുപെട്ട് ഇവനെ വളർത്തി. അപ്പം എനിക്ക് 24 മണിക്കൂറും എന്റെ ഭാര്യയെ പറ്റിയുള്ള ചിന്ത, ഇവനെ പറ്റിയുള്ള ചിന്ത, അങ്ങനെ ചിന്ത കൂടി കൂടി ഞാൻ അത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. വിചാരിച്ച് ഇതുപോലെ കഴിച്ചാൽ നോക്കാൻ ലഹരിയിലെ പുറത്ത് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ എന്ന് 1-2 മാറ്റി കുടിക്കും, വന്ന് കിടന്ന ഉറങ്ങും. ഇങ്ങനെ ആയി വന്നപ്പം അപ്പൂപ്പനെ പിന്നെ പറ്റിയില്ല, അഡിക്റ്റ് ആയിപ്പോയി. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് വയസ്സാവുമ്പം ഈ വയസ്സായവർക്ക് കുട്ടികളുടെ മനസ്സാണ്. അപ്പൊ ആ സമയത്ത് മക്കളാണ് നമ്മളെ നോക്കേണ്ടത്. അപ്പൊ ഈ സമയത്ത് നമ്മളിങ്ങനെ കുടിച്ച് അവരുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ അലമ്പുണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ തോന്നോ? ഇല്ലല്ലോ. ഇപ്പൊ തന്നെ കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് കാലിതാ ആക്സിഡന്റ് ആയി, കാല് മുഴുവൻ മുറിച്ചു വെച്ചേ. എന്തുമാത്രം രാമങ്ങള് ടെൻഷൻ അനുഭവിച്ചെന്ന് അറിയോ? അത് മനസ്സിലാക്കണ്ടേ? കാര്യം ചെയ്യാം. അപ്പൊ പിന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പ്രയാസം വരികയാണെങ്കിൽ തൂലം കഴിക്കും. ബാക്കിയുള്ള സമയത്തോ ഒന്നും കഴിക്കൂല. ബാക്കിയുള്ളവർ 8 ദിവസം കഴിക്കൂല. സഹിക്കാൻ പറ്റാത്തൊരു പ്രയാസം എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം മാറ്റി. വാക്കാണോ? വാക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും. കഴിക്കും. അല്ലാതെ ഞാൻ കഴിക്കുകയില്ല. എനിക്ക് നിത്യം കുടിക്കണമെന്ന് താല്പര്യമേ ഇല്ല. ഇല്ലല്ലോ. എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ പ്രയാസം വരൂല. അങ്ങനെ വന്നാൽ ഒരെണ്ണം നോക്കണം. മഴയുള്ളപ്പം മഴയില്ലാത്തപ്പം എന്നുള്ള അവസരം ഉണ്ടാക്കരുത്. ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുകയില്ല. ദൃഢപ്രതിജ്ഞ എടുക്കണം. ഇവിടെ വെച്ച് തന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം, വഴക്കുണ്ടാക്കാൻ പോകരുത്, പിന്നെ വല്ലപ്പോഴും സത്യം മക്കളും 2 മക്കളെ സത്യത്തില് അപ്പൂപ്പ ഈ പറഞ്ഞ വാക്ക് മാറ്റേ. ശരി, അങ്ങോട്ട് പോവാ. ചേട്ടത്തി അറിയാമോ എന്തൊരു ചുമയാണ് അച്ഛൻ രാത്രിയാണ് ചുമക്കണമെന്ന് അറിയാമോ? ആ ചിന്നു പെണ്ണാണ് ഗ്ലാസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പട്ടനും ഇത് ഇട്ട് നമ്മൾ രാത്രി കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ കിടന്ന് വിളിക്കും മക്കളെ എന്ന്. അത് കണ്ടോണ്ട് നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റൂ? ലങ്സ് ഒക്കെ വീക്കായി കാണും. പിന്നെ അല്ല ഇപ്പൊ പോകലുണ്ടോ? സീട്ടില്ലേ? ഒരു ദിവസം പറഞ്ഞാൽ കേൾക്കേയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ സൈ ഇട്ട് കൂടെ പോയിരുന്ന ഒരു 3 സീട്ട് അച്ഛൻ്റെ കൂടെ വലിച്ചു. അന്ന് നടക്കേണ്ടത് തോന്നി നടത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ വലിക്കുന്നതാണെന്നില്ല. അത് നന്നായി. അത് കൊള്ളാം. അങ്ങനെയെങ്കിലും ഏറ്റല്ലോ. കുപ്പിയുടെ കേസിൽ അത് വല്ലതും നടക്കുവോ? ഈ കുടിയും കൂടെ ഞാൻ അവസാനം അച്ഛനെക്കാളും വലിയ കുടിയാൻ വേണ്ടി. സത്യം പറഞ്ഞാലേ ഈ ഉണ്ണിമാമ ഇങ്ങനെ ഈ കുടിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണകണാന്ന് പറയുന്നേ ഉള്ളൂ. സ്നേഹമുള്ള മനുഷ്യനാണ്, പഞ്ചപാവാണടാ. അണ്ണാ എനിക്കറിയാം. ചേട്ടത്തിക്ക് അറിയാമോ, ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ചിന്നുവിനെക്കാളിൽ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യം, ഞാനും അച്ഛനും കൂടെ ഉള്ള കാര്യങ്ങൾ. ഈ അടിക്കുകയും പിടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുമെങ്കിൽ ഒരു 10 മിനിറ്റ് തന്നെ, 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തന്നിട്ട് പറയാം മക്കളെ പോട്ട് അച്ഛപ്പ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെ. എനിക്കറിയാം അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു പോണെന്നേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം ഇന്നാൾക്ക് ഇവിടെ വന്നപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. നിന്റെ കാര്യം തന്നെ പറയുള്ളൂ, വേറെ ഒന്നും പറയല്ല. നിന്റെ കാര്യം ആലോചിച്ചും പറഞ്ഞു ഒക്കെ ഇരുന്ന് കരച്ചിലും ബഹളവും ഒക്കെ. എത്ര പറഞ്ഞിട്ട് വിഷമം മാറണില്ല. പിന്നെ എല്ലാ അച്ഛന്മാരും ഇതുപോലെയൊക്കെ തന്നെ. എന്റെ അച്ഛന്റെ കാര്യം ഇതുപോലെ. ഇങ്ങനെ പറഞ്ഞാണല്ലോ, പിള്ളേരെ അടിക്കൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞു ഞാൻ വന്നിരുന്ന കാര്യം ഭയങ്കര വിഷമം വരും. എടാ രാമ, നിനക്കറിയാലോ എൻ്റെ അച്ഛൻ കൊച്ചിലെ മരിച്ചു പോയതാണ്. എനിക്ക് അച്ഛൻ്റെ സ്നേഹമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു അച്ഛന് മക്കളോടുള്ള സ്നേഹമുണ്ടല്ലോ, അതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തന്നെ 2 മക്കളുണ്ടായതിനു ശേഷമാണ് അത് മനസ്സിലായത്. നീയും അറിയും, നിനക്കും കുട്ടിയാവട്ടെ. അതാണ് അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ തട്ടലുമുട്ടലൊക്കെ ഉണ്ടാവണ്ടേ? ഇല്ലല്ലോ, എല്ലാം പറഞ്ഞ പോലെ. ഇങ്ങോട്ടിരിക്കും. എന്തോന്ന് മക്കളെ, എന്ത് കാര്യം? എല്ലാം ഫുൾ സെറ്റ് ആണ്. ഹാപ്പി ആയിട്ടില്ലല്ലോ. ഒരു പരിപാടിക്കും പോകില്ല. ഉണ്ണിയപ്പു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കും. ഇനി മദ്യപിക്കില്ല, ആരോഗ്യം ശ്രദ്ധിക്കും, വഴക്കിടില്ല. നമുക്കറിയാം എന്തിനാണ് കിടന്ന് പുറു കുറക്കണത്? ഇതാണ് ഇവന്റെ സ്വഭാവം. എന്തിന് പുറു കുറക്കണത്? ഞാൻ എന്തിനു കൊടുത്തു? ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ഛനടുത്ത്. ഞാൻ ഒന്നും ട്രെയിൻ എടുക്കാൻ പോയിരിക്കും. ഞാൻ ഇവിടെ ശരിയാവില്ല. ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വരാം. എന്തിന് ചായ കുടിച്ചു. കണ്ട
ഇതാണ് അവൻ ചോദിക്കും ചാരായം കുടിക്കാനാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നാലും ഇവ അതിനെടുത്ത് കൂട്ടും. ഇല്ല അവൻ അങ്ങനെ ഇത് ഇവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. അയ്യോ ഞാനാണ് കുടിപ്പിക്കുന്നത്. പിന്നെ ഞാനാ. അവ അങ്ങനെ ചോദിച്ചൊന്നും ഇല്ല, മാമ അങ്ങ് ഊഹിച്ചെടുത്തതേ ഉള്ളൂ. അത് പറ. മാമ ചായ വേണമെങ്കിൽ ഇവിടെ ഇടാം. വേണ്ട വേണ്ട വേണ്ട. ചായ വേണോ? ഹായ്. പോയി ചായ കുടിച്ചിട്ട് വരാം. മാമ കയ്യിൽ പൈസ ഉണ്ടാ? ഓ ഞാൻ കിടാൻ പറഞ്ഞോളാം. എന്തത് അത് ഞാൻ പൈസ ഉണ്ട്. ഉണ്ടാ? ആ ഞാൻ പോയിട്ട് വരാം. പൈസ വേണോ? വേണ്ടെന്ന് ഞാൻ പൈസ ഉണ്ട്. നോക്കണ്ട ദാ നടക്കാൻ പോലും വയ്യ. ദേ, ഞാൻ കൊണ്ടുവിടാം. ഞാൻ വണ്ടി എടുത്തോളാം. വേണ്ട വേണ്ട. നിന്റെ കുതിര എനിക്ക് കയറാൻ പറ്റില്ല. ഇത്ര പൊക്കോളത് വാങ്ങിച്ചു കയറാൻ. ആര് കയറാൻ? നീ എടുത്തോണ്ട് പോ. കൊണ്ടുവിടാന്ന് പറഞ്ഞ ഞാൻ കയറുന്നില്ല. ഞാൻ നടന്നു വരട്ടാ കൂടാ. നടന്നു വരാല്ല. ആ നടന്നു വാ. ഓളിയില്ല കയ്യറ. എന്നെ പിടി, കാല് വയ്യ. അച്ഛാ എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും ഉണ്ണി അപ്പു രാമങ്ങളും തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ, ഒന്നൊന്നര കെമിസ്ട്രിയാണ്. അച്ഛനും മോനുമായ ഇങ്ങനെ ഇരിക്കണം. സത്യം. ചിരിക്കായിരിക്കുന്നു. എന്താ എന്താ ഞാൻ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ചു പോയി. എന്താ വീട്ടാ എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. അമ്മ ഇത് കുറച്ച് ഓവറല്ലേ അമ്മ? കുഴപ്പമില്ല മകളെ, നീ ഒന്നും കുറച്ചല്ല, പറയണ്ട. അധികം ഓവറാ. ശിവേട്ടാ അച്ഛന്റെ വിഷമല്ലേ? അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടുമായിരുന്നു. അച്ഛനെ വരെ ഞാൻ ഇപ്പൊ സ്നേഹം തന്നാ പോരെ? തരുന്നില്ലേ? പോരെ? ഞങ്ങളും തരാം. ഞാനും തരാം. എന്തു വെച്ചാ അച്ഛൻ എടുക്കുന്ന വെച്ചാ വാ, വാ, വന്നേ. ഉമ്മ പറഞ്ഞ വെച്ചാ